ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൈയൊന്നും തൊടാണ്ട് കൊണ്ട് മാവ് കുഴയ്ക്കാനും അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് ഗ്യാസ് ചിലവില്ലാതെ കൊണ്ട് നമുക്ക് 10 ചപ്പാത്തിയൊക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കിട്ടിലൻ ടിപ്പുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ നമുക്ക് കൈ തൊടാണ്ട് എങ്ങനെ മാവ് കുഴയ്ക്കാമെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡറിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2.5 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസൃതം എടുക്കാവുന്നതാണ് കേട്ടോ ആട്ടപ്പൊടി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടി എത്രത്തോളം വെള്ളമാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പൾസ് മോഡിൽ വേണം കേട്ടോ ഇട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്ത് വേണം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മാവ് കുഴച്ച് കിട്ടും. പൾസ് മോഡിൽ ഇട്ട് അരച്ചാൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ച പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ആവശ്യാനുസൃതം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പൾസ് മോഡിലിട്ടൊന്ന് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൈ തൊടാണ്ട് കൊണ്ട് നമ്മുടെ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് ആണ് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്ത് നമുക്ക് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെനക്കിടാണ്ട് നല്ല ഷേപ്പായിട്ട് നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈ തൊടാണ്ട് മെനക്കിടാണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ബ്ലെൻഡറിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴച്ച് റെഡിയാക്കി വെച്ച മാവ് നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ ഒരുപാട് ഓയിൽ കവേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സാധാരണയായിട്ട് വലിച്ചെറിയാനാണ് പതിവ്. ഇനി അങ്ങനെ നിങ്ങൾ വലിച്ചെറിയരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെക്കുന്ന മാവ് ഇങ്ങനെയുള്ള ഓയിൽ കവറിനകത്തോട്ട് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. വെളിഭാഗം ഒന്ന് ഡ്രൈ ആവാണ്ട് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ തനിച്ച് ഓയിലൊന്നും മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഓയിൽ കവറിലുള്ള ഓയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മാവിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഡ്രൈ ആവാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ഓയിൽ കവറിനകത്തോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് ഉണ്ടാവും. അതുപോലെ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി നമ്മളിതുപോലെ ബ്ലെൻഡറിലൊക്കെ മാവ് അരച്ച് കഴിഞ്ഞാൽ അത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലെൻഡറിലേക്ക് ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് ഓടിച്ചെടുക്കുവാണെങ്കിൽ പൾസ് മോഡിലൊന്ന് ഓടിച്ചെടുക്കുവാണെങ്കിൽ ഇതാ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ മിക്സിയിൽ ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാവൊക്കെ നന്നായിട്ട് ഇളകി കിട്ടും കേട്ടോ. അതുകൊണ്ട് മിക്സിയിൽ നമ്മൾ മാവ് കുഴച്ചാൽ ആ മാവ് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ധാരണ ആർക്കും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ മാവൊക്കെ ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്ന് കാണിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബ്ലെൻഡറും വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഞാനിതാ ഇതുപോലെ ചപ്പാത്തിക്ക് വേണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ആവശ്യത്തിന് കുറച്ച് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ടാകും നമ്മൾ പഴക്കി കളയുന്നത്. അപ്പോൾ ഇനി അതുപോലെ ചെയ്യരുത് കേട്ടോ. ബോട്ടിലിൻ്റെ മൂടിയിൽ ഇതുപോലെ ചെറിയ ഓട്ടകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറിയ തുളയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ മാവിൽ നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരിക്കൊക്കെ മാവ് പരത്തുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുമിച്ച് 10 ചപ്പാത്തി പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് പരത്താനും അതുപോലെ തന്നെ ഗ്യാസ് ചിലവില്ലാതെ 10 ചപ്പാത്തി ചുട്ടെടുക്കാനുള്ള കിട്ടിലൻ ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോഴാണ് ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഓരോന്നായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് കുഞ്ഞതായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് പൊടി തൂവി കൊടുക്കണം കേട്ടോ. പൊടി നിങ്ങൾ മൈദപ്പൊടിയാണെങ്കിലും ആട്ടപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ആട്ടപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് പരസ്പരം ചപ്പാത്തി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പൊടി തൂവി കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ചും കൂടെ ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞതായിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ 6 ചപ്പാത്തി മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. 10 ചപ്പാത്തി വരയ്ക്കും നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒട്ടും തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല. നല്ല രീതിക്ക് തന്നെ ഓരോ ചപ്പാത്തിയുടെ ഇടയിലും മാവ് നമ്മൾ തൂവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ പരത്തിയ ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 6 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളൂ. 10 ചപ്പാത്തി വരയ്ക്കും നമുക്കിതുപോലെ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി റെഡിയാക്കിയ ചപ്പാത്തി നമുക്ക് ഒരുമിച്ച് ഒന്ന് ചുട്ടെടുക്കാം. ഒരു ചപ്പാത്തി വേവുന്ന സമയം കൊണ്ട് നമുക്ക് 10 ചപ്പാത്തി തന്നെ ഒരുമിച്ച് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഗ്യാസ് ചിലവ് നമുക്ക് അത്രയ്ക്കും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അടിയിലുള്ള ആ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ തിരിച്ചിടുക. അപ്പോൾ താഴത്തെ ഭാഗം കൂടെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിത് ഒരുമിച്ച് നമ്മൾ ഈ ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുകളിലുള്ള ഭാഗം വെന്ത് കഴിയുമ്പോൾ ആ മുകളിലുള്ള ചപ്പാത്തി ഇതുപോലെ ഒന്ന് നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ വീണ്ടും തിരിക്കുന്ന സമയത്ത് ആ വേകാത്ത ഭാഗം അടിയിലേക്കാകും. അപ്പോൾ ഇനി ഇതാ ഈ ഒരു ഭാഗം നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ചപ്പാത്തി തിരിച്ചിടുന്ന സമയത്ത് വീണ്ടും ആ വേകാത്ത ഭാഗം അടിയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഓരോ ചപ്പാത്തിയും മുകളിലേക്കും താഴേക്കും ആയിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ചപ്പാത്തി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് 10 ചപ്പാത്തി ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പാടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന സമയത്ത് ഇടയിൽ നമ്മൾ ആ മാവ് തൂവി കൊടുക്കുന്ന ആ ഒരു മാവിൻ്റെ അളവ് കുറച്ച് കൂടുതൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് നമ്മുടെ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഡിന്നറിന് ഇതുപോലെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് മുഴുവൻ സമയവും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റും, ഗ്യാസും ലാഭിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈവൺ ആയിട്ട് എല്ലാ ചപ്പാത്തിയും നമുക്ക് ഒരു ചപ്പാത്തി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് മറക്കാണ്ട് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന കൈത്തൊടാണ്ട് ചപ്പാത്തി എങ്ങനെ കുഴയ്ക്കാം എന്നുള്ള വീഡിയോയും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒരുമിച്ച് പരത്തി ഒരുമിച്ച് ചുട്ടെടുക്കാനുള്ള ടിപ്പൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.